അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാനൊരു പയറുതോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം പയറുതോരൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് പയർ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിക്ക് പകരം ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നമ്മൾ കുഴച്ചെടുക്കണം. നന്നായിട്ട് ഞെരടിയെടുക്കണം. ഇത് ചിലർ തേങ്ങയും മുളകും ഉള്ളിയെല്ലാം കൂടെ വെറുതെ ഒന്ന് കല്ലിൽ നിന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കുകയോ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ കൈയിട്ട് തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഈ പയർ ഉടച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്വല്പം വെള്ളം മാത്രമേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. പയറൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് വെള്ളത്തിൽ അങ്ങ് വെന്ത് വല്ലാതായിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ പയർ അരിഞ്ഞ് വെച്ചിരുന്ന ആ പാത്രത്തിൽ നിന്ന് പയർ ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ പാത്രം തന്നെ കഴുകി ഇച്ചിരി വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക, അത്രമാത്രം. എന്നിട്ട് അത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വേവിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് തുറന്ന് നോക്കുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കാണും. ആ വെള്ളം പറ്റുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും കുറച്ച് നേരം അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പയർ തോരനോടെ വെന്ത് കിട്ടും. പിന്നെ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് നേരം അടച്ച് വെക്കാതെ തന്നെ തുറന്ന് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ തോരൻ്റെ റെസിപ്പി ഇത്രയാണ് വരുന്നത്. നല്ല സ്വാദിഷ്ടമായ ഒരു പയറുതോരനാണ് ഇപ്പം ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പയറുതോരൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം. താങ്ക് യു.